സത്യം പറഞ്ഞാ നല്ല പേടിയുണ്ട്, വല്ല പാമ്പും ഉണ്ടാവോ എന്നുള്ളത്. മൊത്തം 8 കാലിയുണ്ട്. ബട്ട് എൻ്റെ അമ്മേ, ഗാർഡനിലേക്കുള്ള കല്ലന്വേഷിച്ചുള്ള യാത്രയാണ്. നമ്മുടെ അടുത്തുള്ള തോടുകളിലൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. വെറും 48 hours നമ്മൾ ഈ ഗാർഡൻ റീസെറ്റ് ചെയ്യാൻ പോവാണ്, അതും 0 കോസ്റ്റില്. അധികം ഡയലോഗ്സിനുള്ള സമയമില്ല, ലെറ്റ്സ് ഗോ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തോട്, കാട്, മല, മേട് എല്ലായിടത്തും പോയി തപ്പി എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കണം. സോ നമ്മൾ ചെസ് നമ്പർ 1 എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ചെസ് നമ്പർ 1. ഇവിടെ കാണുന്നില്ല, ഇവിടെ ഒന്നും കിട്ടില്ല. ചെസ് നമ്പർ 1 എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മുടെ ചെസ് നമ്പർ 1 നമുക്ക് ഒന്നും കിട്ടിയില്ല ഗായ്സ്. ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം, അവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. പ്ലേസിൽ വന്നപ്പോൾ മിന്നു എന്നോട് രഹസ്യം പറഞ്ഞു, സത്യമാണോ ഇല്ലെന്ന് അറിയില്ല. അവളോട് തന്നെ ചോദിച്ചേക്കാം, എന്താണിത് ഒന്ന് പറഞ്ഞേ. ഈ പ്ലേസില് ഇവിടെ കുറെ നാൾ മുമ്പ് ഏത് ചേട്ടൻ തേങ്ങ നിർത്തുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ പറയാട്ടോ. നമുക്ക് നോക്കാം ആ ചേട്ടന്റെ സോൾ ഇവിടെ എവിടെ എങ്ങാനും ഉണ്ടോ എന്ന്. ചെസ് നമ്പർ 2 നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരുമോ നോക്കാം. ദിസ് ഈസ് ചെസ് നമ്പർ 2. അതിന്റെ ബാക്കി തന്നെയാണ്, ബട്ട് എന്നാലും ഇവിടെ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ നോക്കാം. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ ഇങ്ങനെ കാണും. ഓക്കെ, നമ്മൾ ആക്ച്വലി കല്ല് തേടി വന്ന് വി ഫൗണ്ട് നിധി. ഞങ്ങളിവിടെ കല്ല് നോക്കി വന്നതാണെങ്കിലും ഈ ബ്യൂട്ടി കണ്ടിട്ട് ഇവിടെ നിന്നാണെങ്കിൽ പോവാൻ തോന്നുന്നില്ല. ബട്ട് നമ്മുടെ ചലഞ്ച് ആകെ 48 hours ഉള്ളൂ. സോ നമുക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി നോക്കിയിട്ട് വരാം. നമ്മൾ എവിടെയാ നിക്കുന്നതെന്ന് അറിയോ? വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ അവിടെ. ഓ മൈ ഗോഡ്. നമ്മള് ഗാർഡനിലേക്കുള്ള കല്ലന്വേഷിച്ചുള്ള യാത്ര എത്തിയത് വെറ്റ്ലപ്പാറ ഒരു വെള്ളച്ചാട്ടത്തിലാണ്. നമുക്ക് ഇവിടുന്ന് നല്ല ഐറ്റങ്ങൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. ഇവിടുന്ന് കിട്ടിയാൽ നമുക്ക് എടുത്തോണ്ട് പോയി അവർ 48 hours ചാലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്യൂലേ? തീർച്ചയായിട്ടും. ആകെ ഇത്തിരിയുള്ള ലൈഫിൽ ഇതൊന്നും കാണാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യത്തിനാലേ. കുറെ കാലമായിട്ട് ഇവിടെ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എപ്പോഴും താഴെ വന്നിട്ട് പിന്നെ തിരിച്ചങ്ങ് പോകും, മേളിലേക്ക് കയറിയിട്ടില്ല. ബട്ട് ഇന്ന് 2 കൽപ്പിച്ച് മേളിലേക്ക് കയറി. നൈസാണ്. വെള്ളച്ചാട്ടം ഞാൻ പറയുന്നു താഴെയാണ് കുറച്ചും കൂടി ബെസ്റ്റ്. മേളില് നല്ല വ്യൂ ഉണ്ട്, പക്ഷെ വെള്ളച്ചാട്ടം അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ബട്ട് ഇറ്റ്സ് എ നൈസ് പ്ലേസ്. നല്ല കാറ്റ്. മുകളിലേക്ക് ഞങ്ങൾ ചാക്കെടുത്തിട്ട് വരാത്തതുകൊണ്ട് തന്റെ ടീഷർട്ടിൽ കല്ലുകൾ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ആത്മാർത്ഥതയുടെ നിറകുടമായി മിന്നിനെയാണ് കാണാൻ പറ്റുന്നത്. വെള്ളത്തിൽ കിടക്കുമ്പോൾ ഈ കല്ലുകൾ കാണാൻ എന്ത് രസമാണ്. പുറത്തു കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ രസവും കുറച്ചും കുറയും. എന്നാലും ആ നാച്ചുറൽ ഒതന്റിക് ലുക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പച്ചൻ പാപ്പന്റെ കൂടെ ഓട വെട്ടാൻ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ പാപ്പന്റെ ഓരോ കഥകളും കേട്ട് പോവുക. പുഴയിലെ വെള്ളാരങ്കല്ലുകൾ കാണുമ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ച അളകനന്ദിയിലെ വെള്ളാരങ്കല്ലുകൾ എന്ന് പാഠമാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ 48 hours ഗാർഡൻ റീസെർച്ച് ചലഞ്ചിൽ കുറച്ച് കല്ല് നേച്ചറിൽ നിന്നുള്ള ഷോർട്ടേജ് ഉണ്ടായിരുന്നു. നമുക്ക് അന്നേരം ആ കല്ല് പ്രൊവൈഡ് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ഡാഡാണ്. കല്ലൊക്കെ സെലക്ട് ചെയ്തെടുത്തു. ഇനി ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്കൂട്ടിയിൽ ഈ സാധനം കൊണ്ടുപോകണം. സാധനം ചെറുതാണെങ്കിലും വെയിറ്റ് ഭാരമാണ്. ലെറ്റ്സ് സീ എങ്ങനെയെങ്കിലും
കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ കല്ലുകളൊക്കെ കളക്ട് ചെയ്ത് കളപറിക്കൽ ചടങ്ങിലേക്ക് കടന്നു. ഫുള്ള് കളയാണെങ്കിൽ മൊത്തം അങ്ങനെ ചെത്തിക്കളയാൻ പറ്റില്ല, മഴക്കാലം ആയതുകൊണ്ട് മൊത്തം ചെളിയാവും മുറ്റത്ത്. ബഫലോ ഗ്രാസിന്റെ കൂടെ ഒരുമാതിരി നിറച്ചും വേരുള്ള ഒരു കള കൂടി വളർന്നിട്ട് ഒരുമാതിരി ഫുള്ള് കാട് പിടിച്ച അവസ്ഥയായിരുന്നു. അതൊക്കെ ചെത്തി ഒതുക്കിയപ്പോ തന്നെ ഒരു സമയമായി. കല്ലാണെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, എത്ര കൊണ്ടിട്ടിട്ടും സാധനം തികയുന്നില്ല. അവസാനം പെബിൾസ് മേടിക്കാന്ന് വിചാരിച്ചു, പക്ഷെ അതിനാണെങ്കിൽ ഒടുക്കത്തെ റേറ്റ്, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ച്. സ്റ്റാർട്ടിങ്ങിൽ നല്ല വിശാലമായിട്ടുള്ള പാതയൊക്കെ കിട്ടും, പക്ഷെ സംഭവം കല്ല് എത്ര ഇട്ടിട്ടും തികയാത്തതുകൊണ്ട് നൈസായിട്ട് പാതയുടെ ലെങ്ത് അങ്ങ് കുറച്ചു. എനിക്ക് ചുമക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം കല്ല് എടുത്തുകൊണ്ട് വന്ന് ഇട്ടാലും മുറ്റത്ത് കൊണ്ടിടുമ്പോഴത്തേക്ക് ഒരു പൊട്ട്, നെറ്റിയിലൊരു പൊട്ട് കുത്തുന്ന പോലെ ഉള്ളത്. അവസാനത്തെ ട്രിപ്പ് ഞാൻ രണ്ടും കൽപ്പിച്ച് കുറെ ഡിക്കിയിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ വെച്ച് എങ്ങനെയോ കൊണ്ടുവന്നു. എന്നിട്ടും ആവശ്യത്തിനുള്ളതായൊന്നുമില്ല, പിന്നെ ഒരു വിധത്തില് അവിടെ ഇവിടെയൊക്കെ വെച്ച് എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തു. 48 hours ഗാർഡൻ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്ദേശിച്ച പോലെ ഒന്നും ആയില്ല, പക്ഷെ എന്നാലും നമ്മൾ വിട്ടുകളയാൻ പാടില്ലല്ലോ നമ്മുടെ ചെയ്ത പരിപാടി. ഇട്ട് പാത്വേന്റെ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, എൻ്റെ സ്വന്തം അനീത്തിയും വരും കാല മോഡലിസ്റ്റും ഡാൻസറും ആകാൻ പോകുന്ന ദിൽന, അതായത് മിന്നു ആണ്. സോ നമുക്ക് ഉദ്ഘാടന ചടങ്ങിലേക്ക് കിടക്കാം. കമോൺ കമോൺ, നമ്മുടെ പാത്വേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇറ്റ്സ് ദിയ സൈനിങ് ഓഫ്. ബൈ.